ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും മറ്റൊരു വിഷുക്കാലം കൂടി. പ്രിയ പ്രേക്ഷകർക്ക് ബിൽഡിംഗ് ഡിസൈനേഴ്സ് ടീമിന്റെ വിഷുദിനാശംസകൾ. ഈ വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏകദേശം 1 വർഷത്തിന് മുൻപ് ഈ വീട് റീൽസിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഏകദേശം 10 ലക്ഷത്തിലേറെ പേർ കാണുകയും ധാരാളം പേർ ഫുൾ വീഡിയോയ്ക്കായി എൻക്വയറി നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അവസാനം വന്നിട്ടുള്ള നമ്മുടെ മണ്ണാർക്കാടുള്ള 4 കെട്ട് വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോലും ഈ ഒരു വീടിന്റെ എൻക്വയറി വന്നിരുന്നു. ഇതാ ഇന്നത്തെ വിഷു സ്പെഷ്യൽ ബഡ്ജറ്റ് ഹോംസ് എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അപർണ ഷിബിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള പിറവത്തിനടുത്തുള്ള ഓണക്കൂറിലാണ്. ഇവിടെ ശ്രീ വിപിൻ ശ്രീമതി വിദ്യാ ദമ്പതികളുടെ ദൈവികം വീട് പരിചയപ്പെടാം ഇന്ന്. ഏവർക്കും ബഡ്ജറ്റ് ഹോംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ മനോഹരവും വിശാലവും പച്ചപ്പ് നിറഞ്ഞതുമായ ഈ ഒരു ലോൺ കടന്നു വേണം നമ്മൾ ഈ വീടിന്റെ മുറ്റത്തേക്ക് എത്താൻ. കേരള ട്രഡീഷണൽ ലുക്കുള്ള പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു വീടിന് ഇത്തരത്തിലുള്ള ഒരു ലുക്ക് അല്ലാതെ എന്താണ് മാച്ചാവുക? ഏകദേശം 38 സെന്റോളം വരുന്ന ഈ ഒരു പ്ലോട്ടിൽ വീടും നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗും അടക്കം 20 സെന്റ് വരുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1820 സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികളോടുകൂടി 31 ലക്ഷം രൂപയ്ക്ക് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരിയിലെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് MD ശ്രീ KV മുരളീധരനാണ്. ഈ ഒരു കേരള ട്രഡീഷണൽ വീടിന് ഒരു രഹസ്യമുണ്ട്. കോൺക്രീറ്റ് റൂഫ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ വീട് പൂർണ്ണമായും RCC ഫ്ലാറ്റ് റൂഫ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതിന്റെ ഫ്രണ്ട് ഏരിയ ആയിട്ടുള്ള സിറ്റ് ഔട്ടും വരാന്തയും വരുന്ന പോർഷൻ മാത്രമാണ് നമ്മൾ ചെരിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് ഓടുകളല്ല ഇവിടെ വിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ക്ലേ ടൈലിന് വീടിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പെയിന്റ് ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ട്രഡീഷണൽ ഭംഗി ഉറപ്പുവരുത്തുന്നതിനായി സെന്റർ പോർഷനിൽ ഒരു മുഖപ്പും നൽകിയിരിക്കുന്നു. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് വിരിച്ച സ്റ്റെപ്പ് കടന്നു വേണം നമ്മൾ ഈ സിറ്റ് ഔട്ടിലേക്ക് കടക്കാൻ. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സിറ്റ് ഔട്ടിൽ മുഴുവനായിട്ടും വിരിച്ചിരിക്കുന്നത് മൊറോക്കൻ ഡിസൈൻ വരുന്ന കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ്. വീടിന്റെ ഇരുവശങ്ങളിലായിട്ടും കൊടുത്തിരിക്കുന്ന പ്ലാൻ ബോക്സ് എക്സ്റ്റീരിയറിനെ മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സൈസ് വരുന്ന ഈ ഒരു സിറ്റ് ഔട്ടിലും വരാന്തയിലുമായി 6 സ്ക്വയർ പില്ലേഴ്സ് ആണ് വരുന്നത്. ടെറാക്കോട്ട കളർ വരുന്ന ടെക്സ്ചർ വർക്കാണ് ഈ പില്ലറുകൾക്കെല്ലാം ചെയ്തത്. ബോർഡറായി ഒരു ബ്ലാക്ക് കളർ പെയിന്റ് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. എക്സ്റ്റീരിയറിന് ട്രഡീഷണൽ ലുക്ക് നൽകുന്നതിന് പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. നമുക്ക് കാണാം ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡിസൈൻ വരുന്ന പണ്ട് കാലത്തെ തറവാട് വീടുകളിലേതുപോലെ അനുസ്മരിപ്പിക്കുന്ന ഒരു വാതിലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ വാതിലിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്റ്റീലിന്റെ ഒറ്റപ്പൊളി വാതിലാണ്. ഡിസൈനിങ് എലമെന്റ്സ് ആയിട്ടാണ് ഇത്തരം മെറ്റീരിയൽസ് എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രധാന വാതിൽ കടന്ന് നമ്മൾ എത്തുമ്പോൾ ഇടതുഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ പൂജാ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ കടന്നെത്തുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുക ഈ ഒരു ഓട്ടോഗ്രാഫ് ട്രീ ആണ്. 2 കോർട്ട്യാർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 29x10 സൈസ് വരുന്ന ഒരു വലിയൊരു ഹാൾ സ്പേസ് ആണിത്.
ഇതിനെ ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് പാർട്ടീഷൻ വാളാക്കി വേർതിരിച്ചിട്ടുണ്ട്. കൂടാതെ ആ ഒരു പോർഷനിൽ തന്നെയാണ് TV ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് വശങ്ങളിലും ഇന്റീരിയർ കോർട്ട്യാർഡ് കൊടുത്തിട്ട് ഈ നടുവിലുള്ളൊരു ഭാഗം പാസേജ് ഏരിയ ആക്കിയിട്ടാണ് 2 കിടപ്പുമുറികളിലേക്കുള്ള ഡോറുകൾ വരുന്നത്. ഈ ഒരു ഏരിയയ്ക്ക് വളരെ വലിയൊരു പ്രത്യേകത തന്നെയുണ്ട്. അത് ഇതിൻ്റെ റൂഫിംഗ് ആണ്. നമുക്ക് നോക്കിയാൽ കാണാം 2 ലെയറിലായിട്ടുള്ള റൂഫിംഗ് രീതി ഇവിടെ കാണുന്നുണ്ട്. താഴെ ഒരു ഗ്രിൽ ഓപ്ഷൻ കൊടുത്തിട്ട് ഇത് കവർ ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുകളിലുള്ള പോർഷൻ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വേണമെങ്കിൽ മഴവെള്ളം ഉള്ളിലേക്ക് എത്താവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിശാലമായിട്ടുള്ള ഈ ഒരു ഹാളിന്റെ ഏകദേശം ഒരു 7-16 സൈസ് വരുന്ന രീതിയിലാണ് നമ്മൾ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന സോഫ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിന്റെ ഇന്റീരിയറിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ടൈല് തന്നെയാണ്. 4-2 സൈസ് വരുന്ന മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഗ്രേ കളർ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്പേസിലേക്ക് ആവശ്യത്തിന് നാച്ചുറൽ ലൈറ്റ് എത്തുന്നതിന് ഈ വാളിൽ കൊടുത്തിരിക്കുന്ന ഫിൻസ് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു വശത്തായിട്ട് നമ്മൾ 3 പാളിയുടെ ഒരു വിൻഡോ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സോഫയോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമറുടെ പ്രത്യേക താല്പര്യപ്രകാരം കസ്റ്റമൈസ് ചെയ്താണ് ഈ ഒരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്റീരിയറിലുള്ള ഈ കോർട്ട്യാർഡുകൾ വരുന്നതിൻ്റെ തൊട്ടുപുറത്തുള്ള വാളുകളെല്ലാം തന്നെ മനോഹരമാക്കുന്നത് ഈ ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണ്. എല്ലാവർക്കും താല്പര്യമുണ്ടാവും നമ്മുടെ വീടുകളിൽ ഇത്തരം പെയിന്റിങ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ. പക്ഷെ എപ്പോഴും കോസ്റ്റ്, അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം അതിന് ഒരു വിലങ്ങുതടിയായി വരാറുണ്ട്. ഇവിടെ നമ്മുടെ കസ്റ്റമർ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു മ്യൂറൽ പെയിന്റിങ് പ്രിന്റ് ചെയ്ത് ഫ്രെയിം ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ കോസ്റ്റ് നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. സ്പേസിൽ ലിവിംഗ് ഏരിയയിലെ സോഫ കൂടാതെ ഇരിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ കോർട്ട്യാർഡിന്റെ 3 വശങ്ങളിലായിട്ട് ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് വിരിച്ചതെങ്കിൽ ഫ്ലോറിങ്ങിന്റെ ടൈലാണ് ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളിലേക്കും കടക്കുന്ന ഒരു പാസേജ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഇൻവെർട്ടർ എല്ലാം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വാള് നമുക്ക് കാണാം, മൊറോക്കൻ ടൈൽ വരുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കാം. 10-16 സൈസ് വരുന്ന മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്തായിട്ട് 3 പാളിയുടെ ഒരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് കാണാം അവിടെ ചെറിയൊരു സിറ്റിംഗ് സ്പേസും താഴെ ഒരു സ്റ്റോറേജ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 7-5 സൈസ് വരുന്ന ഒരു ബാത്റൂമാണ് ഈ റൂമിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. FRP ഡോറുകളാണ് ഈ വീടിന്റെ എല്ലാ ബാത്റൂംസിനും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്രസ്ഡ് വുഡ് വരുന്ന രീതിയിലാണ് എല്ലാ ബെഡ്റൂംസിന്റെയും ഡോറ് നമ്മൾ നൽകിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ബെഡ്റൂം 11-11 സൈസിലുള്ളതാണ്. ഈ ഒരു ബെഡ്റൂമിലും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. പതിനാല് 11 സൈസ് വരുന്ന ഈ വീടിന്റെ 3ാമത്തെ കിടപ്പുമുറിയാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഈ വീടിന്റെ എല്ലാ ജനലുകളും GI ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു ഫേസ് വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഏരിയയിലേക്ക് വരുന്ന രീതിയിലാണ്. പത്ത് 11 സൈസിൽ വരുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയയും കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മൊറോക്കൻ ടൈൽ ഡിസൈൻ ആണ് നമ്മുടെ ഈ വാഷ് ഏരിയയുടെ മിററിന്റെ ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് ഓപ്പൺ കിച്ചൺ മാതൃകയിലാണ് ഈ വീടിന്റെ കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രിപ്പോട് കൂടിയിട്ടുള്ള മാറ്റ് ഫിനിഷിംഗ് ഉള്ള ടൈലാണ് നമ്മൾ വീടിന്റെ അകമെല്ലാം ഉപയോഗിച്ചത് എന്നുകൊണ്ട് തന്നെ കിച്ചണിൽ പ്രത്യേക ടൈലിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചണിന്റെ അടുപ്പെല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സിങ്കും കൊടുത്തിരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ ഈ കിച്ചണിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഒലീവ് കളർ വരുന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റോറേജ് യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൂജാ ഏരിയയിൽ കണ്ട അതേ മെറ്റീരിയലാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. (11.5) സൈസ് വരുന്ന വർക്ക് ഏരിയയിലേക്കാണ് ഈ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ ഉള്ള സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികളും മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് ആണ്. ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് വീടുകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബഡ്ജറ്റ് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ബഡ്ജറ്റ് വീടുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.